നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്ന വയനാട്, വടകര, ആലത്തൂർ മണ്ഡലങ്ങളിലെ UDF, NDA സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിച്ചതോടെ വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിൽ മണ്ഡല പര്യടനവും പഞ്ചായത്ത് തല പര്യടനവുമായി തിരക്കിലായിരുന്നു വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്നേഹവായ്പകളും വാദ്യമേളങ്ങളുമായാണ് ജനങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടപടിക്രമത്തിന്റെ ആദ്യഘട്ടമായ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി പ്രചാരണത്തിൽ ശക്തമാകാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് നടത്തിയ പര്യടനം ചെന്നിക്കരയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പഞ്ചായത്ത് തല പര്യടനം കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ നടന്നു. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും കാസർഗോഡ് നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പ്രചരണത്തിന് ഇറങ്ങിയത്. LDF കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജൻ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ് പൊതുപര്യടനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി K സുധാകരൻ പേരാവൂർ നിയോജക മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി C രഘുനാഥ് കണ്ണൂർ നിയോജക മണ്ഡലത്തിലും വോട്ട് അഭ്യർത്ഥിച്ചു. കോഴിക്കോട് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീമിൻ്റെ രണ്ടാംഘട്ട പൊതുപര്യടനം കൊടുവള്ളി മണ്ഡലത്തിൽ നടന്നു. UDF സ്ഥാനാർത്ഥി MK രാഘവൻ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിലും NDA സ്ഥാനാർത്ഥി MT രമേശ് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെത്തിയും വോട്ടർമാരുമായി സംവദിച്ചു. വടകര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ പര്യടനം കുറ്റ്യാടി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലായി നടന്നു. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രാവിലെ 11 മണിയോടെ വടകര RDO മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകി. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ പുൽപ്പള്ളിയിലാണ് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ രാവിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പമെത്തി വയനാട് ജില്ലാ കലക്ടർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകി. മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V വസീഫ് മങ്കടയിൽ വോട്ടർമാരുമായി സംവദിച്ചു. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലാണ് പ്രചരണത്തിനിറങ്ങിയത്. പൊന്നാനി മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മണ്ഡലത്തിലെത്തി. കോട്ടക്കൽ, താനൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലികളിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി തിരൂരിലെ വിവിധ യോഗങ്ങളിലും പങ്കെടുത്തു. പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇന്ന് മണ്ണാർക്കാട് മണ്ഡലത്തിലെ കൈതച്ചിറ, കുളപ്പാടം, ഭീമനാട് മേഖലകളിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പാലക്കാട് നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളും സന്ദർശിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ഇന്ന് ആലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തത്. പെരുങ്കുളത്ത് നിന്ന് ആരംഭിച്ച പര്യടനം വൈകിട്ട് കിഴക്കഞ്ചേരി പൂണിപ്പാടത്ത് സമാപിച്ചു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രാവിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.